നമസ്കാരം. ദി ആർട്ട് ഓഫ് നിഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കേറെ പ്രിയപ്പെട്ട ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മാഷ്ടമി ആഘോഷിക്കുന്ന ഈ വേളയിൽ ഉണ്ണിക്കണ്ണന്റെ പെയിന്റിംഗ് ആണ് ഇന്ന് വരയ്ക്കുന്നത്. സ്കെച്ചിങ്ങും പെയിന്റിങ്ങും ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വരയ്ക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരും വരച്ചു നോക്കുമല്ലോ. ഇന്ന് ഉണ്ണിക്കണ്ണന്റെ കഥയാണ് പറയുന്നത്. ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളിൽ ഏറ്റവും ശക്തമാണ് കൃഷ്ണാവതാരം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വിഷ്ണുവിന്റെ 9ാമത്തെ അവതാരമായ ശ്രീകൃഷ്ണന്റെ ജന്മദിവസമാണ് ശ്രീകൃഷ്ണ ജയന്തിയായി ഹൈന്ദവർ ആഘോഷിക്കുന്നത്. ചിങ്ങമാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ അഷ്ടമി തിഥി വരുന്ന രോഹിണി നക്ഷത്ര ദിവസത്തിൽ ആഘോഷിക്കപ്പെടുന്ന ഈ പുണ്യദിനം കൃഷ്ണാഷ്ടമി, ഗോകുലാഷ്ടമി, അഷ്ടമി രോഹിണി, ശ്രീകൃഷ്ണ ജയന്തി, ജന്മാഷ്ടമി എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. ഹൈന്ദവതയിൽ വൈഷ്ണവ പാരമ്പര്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. ജന്മാഷ്ടമി ദിവസം അർദ്ധരാത്രിയാണ് ശ്രീകൃഷ്ണൻ പിറന്നത് എന്നാണ് വിശ്വാസം. അതിനാൽ അഷ്ടമി രോഹിണി ദിവസം അർദ്ധരാത്രി ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും പ്രാർത്ഥനകളും നടക്കും. ത്രേതായുഗത്തിൽ ശ്രീരാമാവതാരം കഴിഞ്ഞയുടനെ ദ്വാപരയുഗം ആഗതമായി. ആ സമയത്ത് മുൻപ് നടന്ന ഒരു ദേവാസുര യുദ്ധത്തിൽ കൊല്ലപ്പെട്ട അസുരന്മാരെല്ലാം ഭൂമിയിൽ വന്നു പിറന്നു. അവരിൽ പലരും മഹാശക്തരും അസംഖ്യം സൈന്യബലമുള്ളവരുമായിരുന്നു. പുത്രപൗത്രാദികളാൽ അവർ തങ്ങളുടെ വംശം വർദ്ധിപ്പിച്ചു. അവർ കോടികളായും ശതകോടികളായും സഹസ്രകോടികളായും അംഗസംഖ്യ പെരുകി. ലോകത്തിന് അഥവാ ഭൂമി ദേവിക്ക് അവർ ഒരു ഭാരമായി ഭവിച്ചു. കോടിക്കണക്കിന് വരുന്നതായ അവരുടെ സൈന്യങ്ങൾ ഭൂമിയിൽ തന്നിഷ്ടം പോലെ തിമർത്തു വിളയാടി. അവർ ഭൂമിയെ അധർമ്മമായ മാർഗത്തിൽ അനുഭവിക്കുകയും ലോകത്തിന് അത്യന്തം പീഡയുണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇത് കാരണം ഭൂമി ദേവി ക്ഷീണിതയായി ഭവിച്ചു. ഭൂമിയിലെ വിഭവങ്ങളെല്ലാം അസുരന്മാർ കൊള്ള ചെയ്തു. ഈ അസുരന്മാരിലൊക്കെ ഏറ്റവും പ്രധാനിയാകട്ടെ കാലനേമി എന്ന അസുരന്റെ അംശത്തിൽ ജനിച്ച കംസൻ എന്നൊരുവനായിരുന്നു. യദുവംശത്തിലെ ഉഗ്രസേനന്റെ പുത്രനായ ഇദ്ദേഹത്തിന് അതിവിപുലമായ ഒരു സൈന്യമുണ്ടായിരുന്നു. ആ സൈന്യത്തിൽ പ്രസിദ്ധരായ പല പല അസുരന്മാരും ഉണ്ടായിരുന്നു. അരിഷ്ടൻ, കേശി തുടങ്ങിയ ആയിരക്കണക്കിന് അസുരന്മാർ കംസനെ സേവിച്ചു പോന്നു. ഇത്തരത്തിൽ കംസൻ ആരാലും എതിർക്കപ്പെടാനാകാത്തവനും അതിശക്തനായ നേതാവുമായി ഭൂമി ഭരിച്ചു. ഇത്രയുമായപ്പോൾ ഭൂമി ദേവി ഒരു പശുവിന്റെ രൂപത്തിൽ ദേവലോകത്ത് പോയി തന്റെ ദുരിതം ദേവന്മാരെ അറിയിച്ചു. ദേവന്മാർ ഭൂമിയെയും കൂട്ടി ബ്രഹ്മലോകത്തെത്തുകയും ബ്രഹ്മാവിനെ കണ്ട് തങ്ങളുടെ പ്രശ്നം ബോധ്യപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ബ്രഹ്മാവ് കംസന് വരം നൽകിയിട്ടുള്ളതിനാൽ തനിക്ക് കംസനെ വധിക്കുവാൻ സാധിക്കില്ലെന്ന് പറഞ്ഞു. തുടർന്ന് അവരെല്ലാവരും കൂടി പാലാഴിയിൽ പോയി വിഷ്ണുവിനെ കണ്ടു. വിഷ്ണു അവരുടെ ആവലാതികൾ കേൾക്കുകയും താൻ ഭൂമിയിൽ അവതരിച്ച് ലോകോപകാരാർത്ഥം അസുരന്മാരെ ഹനിക്കുമെന്നും ഭൂമിയുടെ അമിതഭാരം കുറയ്ക്കുമെന്നും അറിയിച്ചു. അത്തരത്തിൽ മഹാവിഷ്ണു ശ്രീകൃഷ്ണനായി മായാപുരുഷനായി അവതരിച്ചു. ദേവന്മാരെല്ലാം അദ്ദേഹത്തിന്റെ സഹായികളായി അതത് രാജകുലങ്ങളിൽ അവതാരമെടുത്തു. അങ്ങനെ മഹാവിഷ്ണു കൃഷ്ണാവതാരം സ്വീകരിച്ച് ഭൂമിയിൽ ജനിച്ച ദിവസമാണ് ജന്മാഷ്ടമിയായി ആഘോഷിക്കുന്നത്. അസുര രാജാവായ കംസന്റെ സഹോദരിയായിരുന്നു ദേവകി. ദേവകിയുടെ 8ാമത്തെ പുത്രൻ തന്നെ വധിക്കുമെന്ന അശരീരി കേട്ടുഭയന്ന കംസൻ സഹോദരി ദേവകിയെയും ദേവകിയുടെ ഭർത്താവ് വസുദേവരെയും തടവിലാക്കി. തുടർന്ന് ദേവകി പ്രസവിച്ച 6 കുഞ്ഞുങ്ങളെയും കംസൻ നിഷ്കരുണം വധിച്ചു. 7ാമത്തെ പുത്രനായ ബലരാമനെ ഗർഭാവസ്ഥയിൽ തന്നെ വസുദേവരുടെ മറ്റൊരു ഭാര്യയായ രോഹിണിയുടെ ഉദരത്തിലേക്ക് മഹാവിഷ്ണു മാറ്റി.
എന്നാൽ ഇതൊന്നും അറിയാതിരുന്ന കംസൻ 7ാമത്തെ ഗർഭം അലസിയതായി കരുതി. ദേവകിയുടെ 8ാമത്തെ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ശംഖ് ചക്ര ഗദാ പത്മധാരിയായി 4 തൃക്കൈകളോടെ മഹാവിഷ്ണു ദേവകിക്കും വസുദേവർക്കും മുന്നിൽ പ്രത്യക്ഷനായി. വസുദേവരോട് ഇപ്രകാരം പറഞ്ഞു: മുൻപ് കൃതയുഗത്തിൽ കശ്യപനും അതിഥിയുമായിരുന്ന നിങ്ങൾ മഹാവിഷ്ണു ആയിരുന്ന എന്നെ പുത്രലാഭത്തിനായി ആരാധിച്ചിരുന്നു. അതനുസരിച്ച് ഞാൻ നിങ്ങളുടെ പുത്രനായി മനുഷ്യ ശിശുവായി പിറവിയെടുക്കാൻ പോവുകയാണ്. അമ്പാടി എന്ന ദേശത്ത് നന്ദഗോപരുടെ ഗൃഹത്തിൽ ജനിച്ച പെൺകുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരികയും എന്നെ അമ്പാടിയിൽ എത്തിക്കുകയും ചെയ്യുക. ഇത്രയും പറഞ്ഞ് മഹാവിഷ്ണു അപ്രത്യക്ഷനായി. തുടർന്ന് ശ്രീകൃഷ്ണന്റെ ദിവ്യതയാൽ കാരാഗൃഹത്തിലെ തടവുകാരും കംസനും ഉറങ്ങുകയും തകൃതിയായി മഴ പെയ്യുകയും ചെയ്തു. വസുദേവരെ ബന്ധിച്ചിരുന്ന ചങ്ങലകൾ താനെ അഴിയുകയും കാരാഗൃഹത്തിന്റെ വാതിൽ ദൈവശക്തി കൊണ്ട് തുറക്കുകയും ചെയ്തു. കൃഷ്ണനെയും എടുത്ത് പുറത്തിറങ്ങിയ വസുദേവൻ നിമിഷങ്ങൾ കൊണ്ട് നടന്ന് യമുനാ തീരത്തെത്തിയപ്പോൾ നദി വഴി മാറിക്കൊടുത്തു. അനന്തനാഗം കൃഷ്ണനെ മഴയേൽക്കാതെ കുടയായി നിന്നു. തുടർന്ന് അമ്പാടിയിലെത്തിയ വസുദേവൻ യശോദാദേവിയുടെ കിടപ്പറയിലെത്തി അവിടെ കിടന്നിരുന്ന ദേവി പരാശക്തിയുടെ അംശമായ പെൺകുഞ്ഞിനെ എടുത്തുകൊണ്ടു പോരുകയും പകരം കൃഷ്ണനെ യശോദയുടെ ചാരത്ത് കിടത്തുകയും ചെയ്തു. തിരിച്ചെത്തിയ വസുദേവൻ കംസന്റെ കാരാഗൃഹത്തിലെത്തി യശോദയുടെ മകളെ ദേവകിയുടെ അടുക്കൽ കിടത്തി. കുഞ്ഞ് ജനിച്ചതറിഞ്ഞ കംസൻ കൃഷ്ണൻ എന്ന് കരുതി ദേവകിയുടെ അടുത്ത് കിടന്ന പെൺകുട്ടിയെ വധിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. ലോകമാതാവായ മഹാകാളിയായിരുന്നു അത്. കൊല്ലാൻ ശ്രമിച്ച കംസന്റെ കയ്യിൽ നിന്നും ആ കുഞ്ഞ് വഴുതി മാറി സർവായുധധാരിയായ ഭഗവതി രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. തുടർന്ന് മഹാമായ കൃഷ്ണന്റെ ജന്മവൃത്താന്തം കംസനെ അറിയിച്ച് മറഞ്ഞു. തുടർന്ന് കൃഷ്ണന്റെ വിവരങ്ങൾ നാരദരിൽ നിന്നും ഏതാണ്ടൊക്കെ മനസ്സിലാക്കിയ കംസൻ കൃഷ്ണൻ അമ്പാടിയിൽ വളരുന്ന കാര്യം ചാരന്മാരിൽ നിന്നും മനസ്സിലാക്കി. അതിനുശേഷം കൃഷ്ണനെ വധിക്കാനായി അനേകം ദുഷ്ടശക്തികളെ കംസൻ നിയോഗിച്ചു. പൂതന, ശകടാസുരൻ, തൃണാവർത്തന, അഘാസുരൻ, വത്സാസുരൻ, ബകാസുരൻ തുടങ്ങി അനേകരെ അയച്ചെങ്കിലും കൃഷ്ണൻ അവരെയെല്ലാം വധിച്ചു. തുടർന്ന് കംസൻ ചാപപൂജ എന്ന വ്യാജേന കൃഷ്ണനെ ക്ഷണിക്കാൻ അക്രൂരനെ അയച്ചു. ഭക്തനായ അക്രൂരൻ കൃഷ്ണനെ അമ്പാടിയിൽ വന്നു കണ്ട് കംസന്റെ ദുഷ്ടതയെക്കുറിച്ചെല്ലാം അറിയിച്ചു. തുടർന്ന് അക്രൂരനോടൊപ്പം കംസന്റെ രാജധാനിയിലെത്തിയ കൃഷ്ണനും ബലരാമനും രജകവധം, മല്ലന്മാരുടെ വധം, ത്രിവക്രയുടെ കൂന് നിവർത്തുക, ചാപവഞ്ചനം തുടങ്ങി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. അതിനുശേഷം കൃഷ്ണനെ വധിക്കാനായി കംസൻ നിയോഗിച്ചിരുന്ന കുവലയാ പീഠം എന്ന മദയാനയെ വധിച്ചു. തുടർന്ന് കൃഷ്ണനെയും ബലരാമനെയും കൊല്ലാനായി കംസൻ നിയോഗിച്ച ചാണൂരൻ, മുഷ്ടികൻ തുടങ്ങിയ മല്ലന്മാരെ നിഷ്പ്രയാസം രാമകൃഷ്ണന്മാർ കൊന്നപ്പോൾ കംസൻ കോപിഷ്ഠനായി നന്ദഗോപനെ ബന്ധിച്ചു കൊണ്ടുവരിക, വസുദേവരെ വധിക്കുക എന്നൊക്കെ അലറി. എന്നിട്ടും ഫലമുണ്ടായില്ല. മരണം കംസനെ സമീപിച്ചുകൊണ്ടിരുന്നു. അടുത്ത നിമിഷം കോപത്തോടെ കൃഷ്ണൻ കംസനെ ഒന്ന് നോക്കിയിട്ട് കംസന്റെ അടുത്തേക്ക് ചാടിയെത്തി. കംസനെ മഞ്ചത്തിൽ നിന്നും താഴെ വീഴ്ത്തിയിട്ട് അയാളുടെ പുറത്തേക്ക് കൃഷ്ണൻ ശക്തിയിൽ ചാടി. തുടർന്ന് കംസന്റെ ശരീരത്തെ വലിച്ചുകൊണ്ട് നടന്നു. അപ്പോൾ തന്നെ കംസൻ പ്രാണൻ വെടിഞ്ഞു. അങ്ങനെ കൃഷ്ണൻ കംസന് മോക്ഷം കൊടുക്കുകയും ചെയ്തു. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം. നന്ദി, നമസ്കാരം. താങ്ക് യു.